സുഹൃത്തുക്കളെ, ഞാനിപ്പോ വന്നിരിക്കുന്നത് നമ്മുടെ ആളൂര് ജസ്റ്റിന്റെ വീട്ടിലാണ്. വേൾഡ് ലെവലിൽ വരെ ചാമ്പ്യൻ ആയിട്ടുള്ള നമ്മുടെ ജസ്റ്റിൻ ഇന്ത്യക്ക് വേണ്ടി കളിച്ച് ഇന്ത്യക്ക് വേണ്ടി പഞ്ചഗുസ്തി മത്സരത്തിലൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ നമ്മുടെ സ്പോർട്സ്മാനാണ്. അദ്ദേഹത്തിന് അഭിനന്ദിക്കാനായിട്ട് ഇപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ഇരിഞ്ഞാലക്കുട MLA നമ്മുടെ ഉണ്ണിയാടൻ സാറാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരും കൂടി വീണ്ടും വന്നിരിക്കുന്നത് അദ്ദേഹം ഗോവയിൽ നടന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ അദ്ദേഹം വലിയ നില വിജയം കൈവരിച്ചിരിക്കുകയാണ്. പഞ്ചഗുസ്തി മത്സരത്തിൽ ഇടത് കൈ കൊണ്ട് മത്സരിച്ചപ്പോൾ ഗോൾഡ് മെഡലും വലത് കൈ കൊണ്ട് മത്സരിച്ചപ്പോൾ സിൽവർ മെഡലും കരസ്ഥമാക്കിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിൻ വീണ്ടും വിജയ ശ്രീരാജിതനായിട്ട് വന്നിട്ടുള്ളത്. ഇരിങ്ങാലക്കുട നിയോജകമണ്ഡലത്തിലെ ആളൂർ പഞ്ചായത്തിലെ ആനത്തടം ഭാഗത്ത് താമസിക്കുന്ന പ്രിയപ്പെട്ട ജസ്റ്റിൻ ഇരിങ്ങാലക്കുടയ്ക്ക് മാത്രമല്ല കേരളത്തിന്, കായിക ലോകത്തിന് ഏറെ അഭിമാനമുള്ള ഒരു വ്യക്തിത്വമായി മാറിയിരിക്കുകയാണ്. ജസ്റ്റിൻ ഇനിയും ഉയരങ്ങളിലേക്ക് വരട്ടെ എന്ന് ആത്മാർത്ഥം ആശംസിക്കുന്നു. ഇതുപോലുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ നാടിന് വലിയ നിലയിലുള്ള മുതൽക്കൂട്ടായി മാറുമ്പോൾ നാട്ടിലെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകൾ പ്രിയപ്പെട്ട ജസ്റ്റിനെ അഭിനന്ദിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കർത്തവ്യമായിട്ട് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളെല്ലാവരും വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട ജസ്റ്റിന് ഒരിക്കൽ കൂടി 1000 അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. സാർ മാത്രമല്ല വന്നേക്കുന്നത്, സാറിന്റെ കൂടെ വന്നവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്ത്. നമ്മുടെ പ്രിയപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന, പിന്നെ ഞങ്ങളുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുഖനുണ്ട്, പഞ്ചായത്ത് 5ാം വാർഡ് മെമ്പർ സിന്നിയുണ്ട്, പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റുണ്ട് റോയിയുണ്ട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട മിനി മോഹൻദാസ് ടീച്ചറുണ്ട്. ഇപ്പോൾ എല്ലാം ഒരിക്കൽ കൂടി അഭിനന്ദനം കേട്ടോ. നമ്മുടെ മെമ്പറും ടീച്ചറും കയറി നിൽക്കുക. വാ, മെമ്പറും ടീച്ചറും വാ, എടുത്ത് നിൽക്കും. ഓക്കെ, വാ. ജസ്റ്റിന്റെ മുമ്പിൽ ഞങ്ങളൊക്കെ കൊച്ചു. അപ്പൊ ജസ്റ്റിന് എന്താ പറയാനുള്ളത്? ജസ്റ്റിൻ കയ്യിൽ വെച്ചാൽ മതി. ഇവരൊക്കെ കണ്ടപ്പോ ഉള്ള സന്തോഷത്തിലുള്ള 2 വാക്ക് പറയും. ഇന്ന് വളരെയധികം സന്തോഷമുണ്ട്. ഇന്നേ ദിവസം നമ്മൾ വേൾഡ് ചാമ്പ്യൻഷിപ്പ് നേടി. അതിൽ ലെഫ്റ്റ് ഹാൻഡിൽ ഗോൾഡ് മെഡലും റൈറ്റ് ഹാൻഡിൽ സിൽവർ മെഡലും ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മത്സരിച്ച് വിജയിച്ച് നമ്മൾ നാട്ടിലെത്തിയപ്പോൾ എൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ഇരിങ്ങാലക്കുട MLA ശ്രീ തോമസ് ഉണ്ണിയാടൻ സാറ്, അതേപോലെ തന്നെ നമ്മുടെ ആളൂര് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, എൻ്റെ വാർഡ് മെമ്പർ കൂടിയാണ് ഷൺമുഖൻ അവറുകൾ, പിന്നെ അതേപോലെ 5ാം വാർഡ് മെമ്പറായിട്ടും എൻ്റെ കുടുംബാംഗം കൂടിയായിട്ടുള്ള ശ്രീമതി സിമ്മി പോൾ അവറുകൾ, അതുപോലെ കൂടെ വന്ന മിനി ടീച്ചർ, അതുപോലെ ഇവിടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് അവറുകൾ, അതേപോലെ ഇവിടെ ഒരുപാട് നേതാക്കൾ. സമയം കൂടി നോക്കിയേ. അതെ, 10 മണി, രാത്രി 10 മണിക്ക് അഭിനന്ദിക്കാനായിട്ട് എല്ലാവരും നമ്മുടെ ഇവിടെ നാട്ടിലെ മറ്റു നേതാക്കന്മാർ, വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തിക്കുന്ന പ്രഗത്ഭർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവരും കൂടി എൻ്റെ വീട്ടിൽ വന്ന് ഇങ്ങനൊരു അഭിനന്ദനം തന്നത് എനിക്ക് മറക്കാനാവാത്ത ഒരു എന്താ പറയാ, ഒരു മാനസികാവസ്ഥയാണ്. ഏറ്റവും നന്ദി സാറിനോട്. തീർച്ചയായിട്ടും. കാരണം ഇത്രയും ഈ നേട്ടങ്ങൾ 23 വർഷമായിട്ട് കായിക രംഗത്ത് സജീവമായിട്ട് നിലകൊള്ളുന്നു. 2003 ആരംഭിച്ച കായിക ജീവിതം സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് 23 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് ഇത്രയും വർഷം എനിക്കിതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഈ വിജയങ്ങൾ നേടി നിൽക്കാൻ സാധിച്ചത് നമ്മുടെ ജനപ്രതിനിധികളുടെയും അതേപോലെ നമ്മുടെ നാട്ടുകാരുടെയും നമ്മുടെ നേതാക്കന്മാരുടെയും അകമഴിഞ്ഞ സ്നേഹവും പിന്തുണയും സപ്പോർട്ടും കൊണ്ട് ഒന്നും മാത്രമാണ്. അതിന് എനിക്ക് നമ്മുടെ നാട്ടുകാരോടും നമ്മുടെ നേതാക്കന്മാരോടും അതേപോലെ എല്ലാ സാംസ്കാരിക വിശിഷ്ട വ്യക്തിത്വങ്ങളോടും എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഈ സമയത്ത് ഉണ്ടായിരുന്നു. എൻ്റെ കാല്
ആക്സിഡന്റ് ആയിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. ആ പ്ലാസ്റ്റർ ഇപ്പോൾ വെട്ടിയിട്ട് ഏകദേശം 2 ആഴ്ചയായിട്ടുള്ളൂ. ഡോക്ടർ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പക്ഷെ നമ്മൾ വർഷങ്ങളോളം പരിശീലനം നടത്തിയ ആ ഒരു സ്പോർട്സ്, ആ ഒരു ആക്സിഡന്റിനെ തുടർന്ന്, പരിക്കിനെ തുടർന്ന് നമ്മൾ നിർത്തിവെക്കാനായിട്ട് മനസ്സനുവദിച്ചില്ല. അടുത്ത കാലത്ത് കൈക്കൊരു പരിക്ക് പറ്റിയത്, അതും കൈക്ക്. ഇതിൽ തൊട്ട് മുൻപത്തെ വർഷം ഇതേപോലെ തന്നെ കൈക്ക് ലിഗമെന്റ് ഇഞ്ചുറി വന്ന് കൈ മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. ആ സമയത്തും ഇതിൽ നിന്നെല്ലാം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പ്രചോദനവും ഊർജവും നൽകുന്നത് നമ്മുടെ നാട്ടിലെ നിങ്ങളെല്ലാവരും നൽകുന്ന സ്നേഹപൂർവമായ സമീപനങ്ങൾ. ഇവരൊക്കെ ഈ നേരത്തെ ഇവിടെ വന്നു. അതെ, അതുകൊണ്ടാണ് എല്ലാവരും ഈ സമയത്ത് ഇവിടെ വരാൻ കാണിച്ച സന്മനസ്. അത് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. അപ്പൊ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട MLA സാറിനോട് പറയാനായിട്ടുള്ളത്, നമ്മളെല്ലാം വളരെ നല്ല രീതിയിൽ സ്പോർട്സിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ എനിക്ക് ആകെ ഒരു ചെറിയൊരു റിക്വസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ എല്ലാ ലഹരിയിൽ നിന്നും എല്ലാത്തിൽ നിന്നും മാറി കറക്റ്റ് ചിട്ടയായ ഒരു ജീവിതം നയിക്കുന്ന ഒരാള്. നമ്മള് സേ നോ ടു ഡ്രഗ്സ് എന്ന് പറഞ്ഞ് കളിക്കളങ്ങളിൽ ലഹരിയെ കളിക്കളങ്ങളിലേക്കാണ് ലഹരി എന്ന് പറയുന്നത്. അതിന്റെ കളിയാണ് ലഹരി. കാരണം അതിന്റെ ഒരു കാരണം പറഞ്ഞു തരാം. ഒരു ചെറിയൊരു ഇത്, ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ 100 കിലോ കാറ്റഗറിയിലാണ് ഞാൻ മത്സരിക്കുന്നത്. ഈ 100 കിലോ കാറ്റഗറിയിൽ മത്സരിക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ ഭക്ഷണമായാൽ പോലും അമിതമായിട്ട് നമ്മൾ ആഹാരം പുറത്തുനിന്നോ അല്ലെങ്കിൽ നമ്മൾ അമിതമായിട്ട് കഴിച്ചാൽ ആ വെയിറ്റ് കൂടും. നമുക്ക് ആ കാറ്റഗറിയിൽ മത്സരിക്കാൻ പറ്റില്ല, നമ്മൾ ഡിസ്ക്വാളിഫൈ ആവും. അതേപോലെ തന്നെ ലഹരി മറ്റു കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ചാൽ അപ്പോഴും നമ്മുടെ വെയിറ്റ് ഗെയിൻ ആവും, നമുക്ക് അതേപോലെ സ്ട്രെങ്ത് കുറയും. അപ്പൊ എന്തുകൊണ്ടും നമ്മൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ ഈ സ്പോർട്സ്. അപ്പൊ ഈ സ്പോർട്സിന് കുറച്ചും കൂടി ഇപ്പൊ നിലവില് സർക്കാരുകൾ പ്രോത്സാഹനം നൽകുന്നുണ്ട്. പക്ഷെ അത് കുറച്ചും കൂടി ഒരു പ്രോത്സാഹനം നൽകാനായിട്ടുള്ള ഒരു സ്റ്റെപ്പുകൾ എടുക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ യുവതലമുറയ്ക്ക് അത് കുറച്ചും കൂടി ലഹരിയിൽ നിന്നും അതേപോലെ മറ്റു മൊബൈൽ മാലിയിൽ നിന്നൊക്കെ മാറി അവർക്കൊരു നല്ല ഒരു ഗുണം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക്. ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു കായിക താരം നന്നായി പരിശ്രമിച്ച് നേട്ടങ്ങൾ കൊയ്യുന്നു. ഒപ്പം ഒരുപാട് ശിഷ്യഗണങ്ങളുണ്ട്. ഒരുപാട് പേര് ഞാൻ കാണുന്നതാണ്. ഇപ്പൊ ഇവര് നിൽക്കുന്നതൊക്കെ നാഷണലില് ഇപ്പൊ ജോയില് ഇപ്പൊ എന്റെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഗുജറാത്ത് അവരെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് വലിയൊരു പ്രത്യേകത, നേട്ടം തന്നെയാണ്. അല്ല, അപ്പൊ ജസ്റ്റിന്റെ എല്ലാ കാര്യത്തിനും പ്രോത്സാഹനം തരുന്ന സഹധർമ്മിണിനെ കണ്ടില്ല. സഹധർമ്മിണിയുടെ മുൻ വൈസ് പ്രസിഡന്റിന്റെ പെങ്ങളുടെ മകള് ജോജോന്റെ ജോജോന്റെ പെങ്ങളുടെ മകളാണ്. എവിടെയാ കാതറിംഗ് മകള് ഇപ്പൊ 5ാം ക്ലാസ്സിൽ എന്റെ കൂടെ ഇപ്പൊ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ കൊള്ളാം. പറയാം, നമുക്ക് ഒരു ചെറിയൊരു ലഘു ഭക്ഷണം എല്ലാവർക്കും നമ്മള് കേരളത്തെ